ഹരി കുടിച്ചിരുന്നു. ഹരി, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാം സ്ഥാനത്ത് സുനിൽകുമാർ വരുമെന്ന് LDF, ഒന്നാം സ്ഥാനത്ത് K മുരളീധരൻ മാസ് എൻട്രിയോടുകൂടി തിലകം ചാർത്തുമെന്ന് UDF. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിലെ വലിയ പ്രചരണത്തിന്റെ പ്രഭാവമൊന്നും കാണാനില്ലേ രണ്ടാം ഘട്ടമാകുമ്പോൾ? മനപ്പായസം ഉണ്ണാൻ ആർക്കും പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ആരുടെ കാര്യമാ? അല്ല, രണ്ടു കൂട്ടരുടെ കാര്യം. അല്ല, ഇവർക്ക് പായസം ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. കാരണം ഇപ്പൊ അവര് തന്നെ പറഞ്ഞു അവർ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അതെ, ശരിക്കും അരുൺ സാർ ഇവരെ രണ്ടുപേരെ വിളിക്കണ്ട, ഒരാളെ വിളിച്ചാൽ മതി. ഒരു നിലപാടല്ലേ ഉള്ളൂ. രണ്ടുപേരും കാസർഗോഡ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരുന്ന് പാർലമെന്റിന്റെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് കൂവി പാർലമെന്റിലെ ബില്ലുകൾ കീറിയെറിഞ്ഞ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യാൻ പോകുന്നവരാ. ആര് മത്സരിച്ചാലും ഒരാളായിട്ട് മത്സരിച്ചാൽ മതി. അതിലിപ്പോ മുരളീധരനായാലും സുനിൽകുമാർ ആയാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ പ്രചരണം, അത് താങ്കൾ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഓരോ ദിവസവും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്ത് പ്രചരണത്തിൽ എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയോ സംഘപരിവാറിന്റെയോ അല്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. ഇന്നലെ ഒരു ഫാദർ ചോദിക്കുന്നു കേട്ടോ മണിപ്പൂരിന്റെ കാര്യം. മണിപ്പൂരിന്റെ കാര്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ആ മറുപടി അദ്ദേഹം ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കരുവന്നൂരിലെ പാവങ്ങളെ പറ്റി ചില ആൾക്കാർ കൂവിയാലും അങ്ങനെ കൂവിയാലൊന്നും ഒരു പള്ളിയിൽ അച്ഛനും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. അത് നിന്ന് കൂവിക്കോ. അത് ഇങ്ങനെ ഇതാണ് പാർലമെന്റിലും പോയാൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് സുനിൽകുമാർ പാർലമെന്റിലെത്തിയാൽ ആകെ പറ്റുന്ന കാര്യം ഈ കൂവലാണ്. അത് അനുയായികൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മണിപ്പൂര് പറഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ ജയത്തെ തടയാനായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും. എന്റെ സംശയം ഇതാണ്, ഈ K മുരളീധരന്റെ വരവോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തിന്റെ ചിത്രം ഒന്ന് മാറിയിട്ടുണ്ടോ, ഒന്ന് ഇളകിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആത്മവിശ്വാസത്തിന് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടോ? K മുരളീധരൻ 1998 തോറ്റതിന് ശേഷം, വടക്കാഞ്ചേരിയിൽ തോറ്റതിന് ശേഷം സഫേറിൽ ബിരിയാണി കഴിക്കാനും കരുണാകരന്റെ ശവമന്ദിരത്തിൽ മറ്റേ പൂക്കൾ അർപ്പിക്കാനാണ് തൃശ്ശൂർക്ക് സാധാരണ വരാറ്. ഇപ്രാവശ്യം അതിനൊരു വ്യത്യാസമുണ്ട്. കുറച്ച് പോസ്റ്ററൊക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത് മാത്രം. അതിനപ്പുറത്തൊരു പ്രാധാന്യം മുരളീധരന്റെ വരവിന് ഞങ്ങൾ കാണുന്നില്ല. ഒരു കാര്യം, സാധാരണ മുരളി മന്ദിരത്തിലെത്തും, പുഷ്പങ്ങൾ അർപ്പിക്കും, സഫേറിലെത്തും, ബിരിയാണി കഴിക്കും, തിരിച്ചു പോകും. ഇപ്രാവശ്യം കുറച്ച് പോസ്റ്ററും ഫ്ലക്സും ഒക്കെ ഉണ്ട്. സഫേറിലെ ബിരിയാണിക്ക് പരസ്യമായി. ഒരു കാര്യം കൂടി, ഈ സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പോസ്റ്ററിൽ തനി തങ്കമാണ് സുനിൽകുമാർ എന്ന് കാണുമ്പോൾ ചങ്ക് പിടയുന്നുണ്ടോ? അല്ല, തങ്കമാണെങ്കിലും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പോസ്റ്റർ പറയുന്നത്? തങ്കം ശരിക്കും മാറ്ററിയണമെങ്കിൽ ഈ ചീല കണ്ണാറിയിലെ ബനാന ചക്ക ഫാക്ടറിയിൽ പോയി നോക്കണം. ഈ തങ്കത്തിന്റെ മാറ്ററിയണമെങ്കിൽ. കാരണം ഈ ചക്ക ഫാക്ടറി 2019 ഫെബ്രുവരി മാസം 2021 ഫെബ്രുവരി മാസം 19-ാം തീയതി എന്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ് സുനിൽകുമാർ ഞങ്ങളുടെ ചങ്ക അവതരിപ്പിച്ചൊരു പൂട്ടിക്കിടക്കുന്ന കെട്ടിടമുണ്ട്. ാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. 24 കോടി 15 ലക്ഷം രൂപ ചെലവഴിച്ച് ബനാന ഹണി ഫാക്ടറി കയറ്റുമതിക്കായി തുറന്നതാ. ഇപ്പോ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ട കേന്ദ്രം തുറന്ന സുനിൽകുമാർ ആയിട്ടാണ് മറുപടി വേണം.